26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. വയനാട് മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ഡലത്തിൽ മുൻ MP രാഹുൽ ഗാന്ധിയും നിലവിലെ MP പ്രിയങ്ക ഗാന്ധിയും സംഭവസ്ഥലം സന്ദർശിക്കാത്തതിനെതിരെ BJPയുടെ രൂക്ഷ വിമർശനം. BJP ദേശീയ IT സെൽ മേധാവി അമിത് മാളവിയാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. വയനാട് ആനക്കാമ്പൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ 8 പേർ മരിച്ച സംഭവം. എന്നാൽ ഇതുവരെയും മണ്ഡലത്തിൻ്റെ മുൻ MPയോ ഇപ്പോഴത്തെ MPയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ മേഖലയിലേക്ക്, ദുരന്ത മേഖലയിലേക്ക് ഇവർ എത്താത്തതിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് BJP ഉയർത്തുന്നത്. തൊഴിലാളികളുടെ താൽക്കാലിക താമസ സ്ഥലങ്ങളും സമീപത്തെ വീടും ഒരു ചർച്ചുമൊക്കെ മണ്ണിനടിയിലായിരുന്നു. ഈ സാഹചര്യത്തിലും സ്ഥലം MPയോ മുൻ MPയോ ഒന്നും തന്നെ എത്താതിരിക്കുന്നതിലുള്ള വിമർശനം തന്നെയാണ് BJP ദേശീയ IT സെൽ മേധാവി ചൂണ്ടിക്കാട്ടിയത്. അമിത് മാളവ്യ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഇരുവർക്കും ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം എത്തുന്നവരാണ് ഇവരെന്നായിരുന്നു വിമർശനം. ജൂലൈ 2 മുതൽ സോഷ്യൽ മീഡിയയിൽ പോലും നിശബ്ദനായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഏകദേശം 20 ദിവസത്തോളമായി പൊതുരംഗത്ത് നിന്നും അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വിദേശയാത്രയിലാണെന്നുള്ള സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഔദ്യോഗിക യാത്രാ വിവരങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടുമില്ല. ഒപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഇതേക്കുറിച്ചൊരു വ്യക്തതയില്ല എന്നാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്ന വിമർശനം. ജൂലൈ 20-ന് പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഏറെ ചർച്ചയാകുന്നത്. പ്രിയങ്ക ഗാന്ധി രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നുവെന്നും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ അധികൃതരെ സഹായിക്കുന്നെന്നുമൊക്കെ തന്നെ പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇതുവരെ നേരിട്ട് സ്ഥലം സന്ദർശിക്കാത്തതിലുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഇനി ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, 2026 മാർച്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ഈ തുരങ്ക പദ്ധതിക്കെതിരെ തുടക്കം മുതൽ പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ വൻ ദുർബല മലനിരകളിൽ തുരങ്കം നിർമ്മിക്കുന്നത് അപകടകരമാണെന്ന് അന്നേ ചൂണ്ടിക്കാട്ടിയതായിരുന്നു. 265 മില്ലിമീറ്റർ മഴയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നതിന് 24 മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തിറങ്ങിയത്. തുരങ്കത്തിൽ നിന്നും കുഴിച്ചെടുത്ത മണ്ണ് തൊട്ടടുത്ത് കൂട്ടിയിട്ടതും ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ഒരു കാരണമായി മാറിയെന്നുള്ള പ്രാഥമിക വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഏറെ ശക്തമാവുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.